الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചതമ്പുരാന്റെ വിധിയും വിലക്കുകൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഏറ്റവും നന്നായി പാലിച്ച് ഏറ്റവും നല്ലവരായി ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു ആ നിലയ്ക്ക് ജീവിച്ച് അപ്രകാരം ഈ മണ്ണിന്റെ ഭാഗമാവാനുള്ള മഹത്തായ സൗഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പല നിലക്കുള്ള നഷ്ടങ്ങൾ അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. സാമ്പത്തിക രംഗത്ത് നഷ്ടങ്ങളുടെ, പ്രയാസങ്ങളുടെ കഥകൾ നമുക്ക് പറയാനുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം അത് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായി സങ്കടത്തോടെ നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. കൃഷിയിലും ജോലിയിലുമൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ജീവിതത്തിലെ നഷ്ടങ്ങളായി നാം ഓരോരുത്തരും വിലയിരുത്താറുണ്ട്. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യന് മാത്രം മറുപടി പറയാൻ കഴിയുന്ന ഒരു കാര്യം, അയാൾ പറയും, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ഞാൻ എന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗമാണ്, അവിടുത്തെ വഫാത്താണ് എന്ന് അയാള് മറുപടി പറയും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു, ഇദാ ഉസീബ അഹദുക്കും ബിമുസീബത്തിൻ ഫൽയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ അഅ്ലമുൽ മസായിബ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിലക്കുള്ള പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോ ഞാനുമായി ബന്ധപ്പെട്ട വിയോഗത്തെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. കാരണം ഫഇന്നഹാ അഅ്ലമുൽ മസായിബ്, അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ
എല്ലാ നിമിഷങ്ങളിലും നമുക്ക് ഉന്നതമായ മാതൃകയുണ്ടെങ്കിലും അന്തിമ നിമിഷങ്ങളിലും ഉദാത്തമായ അതുല്യമായ ഒട്ടനേകം മാതൃകകൾ പകർന്നു നൽകിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയുന്നത്. പ്രബോധനത്തിന്റെ ദൗത്യവും നിയോഗ ലക്ഷ്യവും അതിന്റെ പൂർണ്ണതയിലെത്തിയതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോന്നി തുടങ്ങി. ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിലേക്ക് വരാൻ തുടങ്ങി. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു നേതാവ്, ഒരു പ്രവാചകൻ സ്വീകരിക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ചും അതിന്റെ അടയാളങ്ങളെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൂചന നൽകി. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, നബിയെ താങ്കൾക്ക് പടച്ചോന്റെ സഹായവും ഉന്നതമായ വിജയങ്ങളും താങ്കൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഈ പരിശുദ്ധമായ മതത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയും ചെയ്താൽ ആ സമയത്ത് ഒരു പ്രവാചകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. നബിയെ താങ്കൾ ധാരാളമായി പടച്ച തമ്പുരാന് തസ്ബീഹ് നടത്തണം. ഇസ്തിഗ്ഫാറോടെ തൗബയോടുകൂടെ ഇനിയുള്ള ജീവിതം താങ്കൾ ധന്യമാക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയത്തുകൾ ഇറക്കുന്നു, വഹി ഇറക്കുന്നു. ഈ ആയത്തുകൾ വന്നപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. ഇത് തിരിച്ചുപോക്കിന്റെ സൂചനയാണ്, ഇത് തിരിച്ചുപോക്കിന്റെ അടയാളമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലാകുന്നു. ഹിജ്റ 10ാമത്തെ വർഷത്തിൽ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന് ഒരുപാട് ഉപദേശങ്ങൾ അദ്ദേഹം നൽകുകയാണ്. ആ ഉപദേശങ്ങൾ ഓരോന്നും മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു സാഗൂതം ശ്രദ്ധിക്കുന്നു. എന്നാൽ ഒരു ഉപദേശം അദ്ദേഹത്തിന് താങ്ങാൻ സാധ്യമായില്ല. ഒരു ചെറിയ കുട്ടിയെ പോലെ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി بعد عامي هذا أو لعلك أن تمر بمسجدي هذا أو قبري. فبكى معاذ جشعا لفراق رسول الله. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദിനോട് പറയുന്നു, മുആദേ ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. മുആദേ, യമനിൽ നിന്ന് താങ്കളോട് ഞാൻ പറഞ്ഞ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതെല്ലാം താങ്കൾ അവിടെ പൂർത്തീകരിച്ചുകൊണ്ട് വീണ്ടും ഈ മദീന പള്ളിയിലേക്ക് വരുമ്പോ താങ്കൾക്ക് എന്നെ കാണാൻ സാധ്യമാവുകയില്ല. ഒരുപക്ഷേ മദീന പള്ളിയുടെ ഓരത്തിലൂടെ എന്റെ ഖബറിന്റെ ചാരത്തിലൂടെ സഞ്ചരിക്കേണ്ടുന്ന സാഹചര്യമാണ് ഇനി താങ്കൾക്കുണ്ടാവുക എന്ന് പറഞ്ഞപ്പോ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഫബകാ മുആദ് ജശഅൻ ലിഫിറാഖി റസൂലില്ലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്തൊരു ജീവിതമോ, എന്റെ പ്രിയപ്പെട്ട ഹബീബില്ലാത്തൊരു മദീന പള്ളിയോ എന്നാലോചിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ചെറിയ കുട്ടിയെ പോലെ തേങ്ങി തേങ്ങി കരഞ്ഞു എന്ന് ഇസ്ലാമിക ചരിതം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോഴും തിരിച്ചുപോക്കിന്റെ വലിയ സൂചന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നു. പിന്നീട് അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെയുള്ള ദിക്റുകൾ
സാധാരണയിൽ കവിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. തുടർച്ചയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹയുകൾ വന്നുകൊണ്ടിരുന്നു. അവസാനത്തെ വർഷത്തിൽ 20 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കുന്നു. മാത്രവുമല്ല, ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് 2 തവണ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയി പരിശോധിക്കുന്നു. ഹിജ്റ 11-ാം വർഷം സഫർ മാസത്തിന്റെ അവസാന വാരത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദിലേക്ക് പോവുകയാണ്. ഉഹുദിൽ തന്റെ പ്രിയപ്പെട്ടവരുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെ, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രമുഖരായ സ്വഹാബിമാരുടെ ഖബറിടം സന്ദർശിക്കുന്നു. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയുടെ മിമ്പറിലേക്ക് വരുന്നു. തന്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, ഇന്നി ഫറത്തുൽ ലക്കും വഅന ഷഹീദുൻ അലൈക്കും വഇന്നി ഉഅ്തീതു മഫാതിഹു ഖസാഇനുൽ അർളി ഫഇന്നി വല്ലാഹി മാ ഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി വലാകിൻ അഖാഫു അലൈക്കും അൻ തനാഫസൂ ഫീഹാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും അവരോട് പറയുന്നു, സ്വഹാബത്തെ, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കുമുള്ള സാക്ഷിയാണ് ഞാന്. എന്റെ മനസ്സിലൊരു പേടിയുണ്ട്, എന്റെ മനസ്സിലൊരു വെപ്രാളമുണ്ട്, സങ്കടമുണ്ട്. അതെന്താണെന്നറിയുമോ? മാ ഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി. എന്റെ കാലശേഷം നിങ്ങൾ ശിർക്ക് ചെയ്യുമോ, നിങ്ങൾ ബഹുദൈവാരാധനയിൽ ഉൾപ്പെടുമോ എന്നതിനേക്കാൾ അപ്പുറം ഞാൻ ഏറ്റവും അധികമായി പേടിക്കുന്നത് വലാകിൻ അഖാഫു അലൈക്കും അൻ തനാഫസൂ ഫീഹാ. ശിർക്ക് ഇങ്ങനെ ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾ ഇങ്ങനെ കിടമത്സരം കാണിക്കുമോ, മത്സരം കാണിക്കുമോ എന്ന പേടി എന്റെ മനസ്സിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് സംസാരിക്കുന്നു. 23 കൊല്ലക്കാലത്തെ പ്രബോധന വീതിയിൽ പ്രബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ ലക്ഷ്യം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ സമയത്തൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബ കിറാമിന് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയുന്ന സമയത്തും ശിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച്, തൗഹീദിന്റെ മേന്മയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ബോധ്യപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അടുത്ത ദിവസം മുതൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗബാധിതനാവുകയാണ്. അതിശക്തമായ ശാരീരിക പ്രയാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടാകുന്നു. 13 ദിവസത്തോളം അതിശക്തമായ പ്രതിസന്ധി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വന്നു. ഇതിൽ 11 ദിവസവും പ്രയാസപ്പെട്ട് അങ്ങേയറ്റത്തെ വേദനകളോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലെത്തിയിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം കൃത്യമായി നമ്മളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുകയാണ്. അവസാനത്തെ ആഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത് ആയിഷ ബീവിയുടെ വീട്ടിലാണ്. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു ഭാര്യമാരുമുണ്ട്. അവരോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, എനിക്ക് ശാരീരികമായി വലിയ പ്രയാസമുണ്ട്, നടക്കാൻ പോലും സാധ്യമല്ലാത്ത ശക്തമായ പ്രതിസന്ധികൾ ഈ സമയത്ത് എനിക്കുണ്ട്. ഞാന് ആരുടെ വീട്ടിലാണ് താമസിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഇണകളെല്ലാവരും അദ്ദേഹത്തോട് പറയുന്നു, നബിയെ, അങ്ങ് ആയിഷ ബീവിയുടെ വീട്ടിൽ അങ്ങ് കഴിഞ്ഞോളൂ. കാരണം പള്ളിയിലേക്ക് പോകാൻ താങ്കളുടെ ദൈനംദിന വിഷയങ്ങൾക്ക് അതാണ് ഏറ്റവും നല്ലത്. അവര് സമ്മതിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ജീവിതത്തിന്റെ അവസാന സമയത്ത് പോലും ഒന്നിലധികം ഭാര്യമാരുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് എല്ലാവരോടും തുല്യനീതി പാലിച്ചിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും.
ഐഷാ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅവ്വദതൈനി ഓതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് ഊതി. ആ പരിശുദ്ധമായ കരങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലൂടെ തടവി കൊടുക്കുകയാണ്. അത്ര വലിയ പ്രയാസം നമ്മുടെ പ്രിയപ്പെട്ട ഹബീബിന് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നതിന്റെ 5 ദിവസം മുമ്പ് സഹോദരങ്ങളെ അതിശക്തമായ പനിയാണ്. ഇടയ്ക്കിടയ്ക്ക് ബോധക്ഷയം സംഭവിക്കുന്നു. അതിശക്തമായ പനിയുടെ കാഠിന്യം കുറക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ശരീരത്തിൽ വെള്ളം നനയ്ക്കുകയാണ്. ഒരൽപ്പം ആശ്വാസമാകുമ്പോ വീണ്ടും അതാ മദീന പള്ളിയിലേക്ക് പോകുന്നു. ഫസ്വഇദ അലൽ മിമ്പർ, മിമ്പറിൽ നിന്ന് എഴുന്നേറ്റ് നിന്നതിന്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ സാധ്യമാകുന്നില്ല. ഇരുന്നു കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുന്നത്. ഫകാന ആഖിറു മജ്ലിസിൻ ജലസഹു, ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന പള്ളിയുടെ മിമ്പറിലെ അവസാനത്തെ ഇരുത്തമായിരുന്നു അത്. ഫഹമിദല്ലാഹ്, അദ്ദേഹം അൽഹംദുലില്ലാഹ് പറയുന്നു. വസന അലൈഹി, അല്ലാഹുവിനെ പുകഴ്ത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു സുമ്മ ഖാല അയ്യുഹന്നാസ് ഖതലല്ലാഹു അൽയഹൂദ വന്നസ്വാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി ഈദാ അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട സ്വഹാബികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, ഖതലല്ലാഹുൽ യഹൂദ വന്നസ്വാറാ, ജൂത ക്രിസ്ത്യാനികൾക്ക് പടച്ചോന്റെ ശാപം ഉണ്ടാവട്ടെ. എന്താണ് അതിനുള്ള കാരണമെന്നറിയുമോ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അവരിലേക്ക് വന്ന പ്രവാചകന്മാരില്ലേ, അവര് തൗഹീദ് പഠിപ്പിക്കാനാണ് അവരിലേക്ക് വന്നത്. എന്നാൽ പിൽക്കാലത്ത് അവരെ തന്നെ ആരാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവര് വന്നു. അവരുടെ പ്രവാചകന്മാരുടെ ഖബറിടങ്ങളെ അവര് പള്ളികളാക്കി മാറ്റി. ആ നിലക്കൊരു സാഹചര്യം നിങ്ങളിൽ നിന്നുണ്ടാവരുത്. അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി ഈദാ, പടച്ചോനെ നീ എന്റെ ഖബറിനെ ഒരു ഉത്സവത്തിന്റെ ഒരു ആഘോഷത്തിന്റെ കേന്ദ്രമാക്കി മാറ്റല്ല റബ്ബേ. അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദു, വിറക്കുന്ന ദരങ്ങളോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. മദീന പള്ളിയുടെ മിമ്പറിൽ നിന്ന് പടച്ചോനെ നീ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റല്ല റബ്ബേ. ഇന്ന് നമ്മുടെ നാട്ടിലെ ഖബറിടങ്ങളുടെ അവസ്ഥ എന്താ സഹോദരങ്ങളെ? എന്തൊക്കെ ആഘോഷങ്ങളാണ് ഖബറിനെ ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. ഉറൂസുകൾ, ദിക്ർ ഹൽക്കകൾ, സ്വലാത്ത് വാർഷികങ്ങൾ, ആ നിലക്ക് ആണ്ടുനേർച്ചകൾ, ഇങ്ങനെയുള്ള ഒട്ടനേകം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കല്ലിനെയും അതുപോലെ തന്നെ കണ്ണിൽ കാണുന്ന പലതിനെയും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുതിയ സാഹചര്യങ്ങൾ ശരിക്ക് നമ്മുടെ നാടുകളിൽ കൃത്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏർവാടി പോലെ, അജ്മീർ പോലെ, അമ്പങ്കുന്ന് പോലെ, നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ നാട്ടുകല്ല് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സഹോദരങ്ങളെ കല്ലിനെ പോലും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ദയനീയമായ പതനം നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ഈ അവസാനത്തെ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത്. ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞു പോകും മുമ്പ് തന്റെ പ്രിയപ്പെട്ട സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരിലേക്ക് ചെന്ന് കുപ്പായങ്ങനെ ഊരിയിട്ട് അവരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ മുഹമ്മദ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്ന എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാ നിങ്ങൾ എന്നോട് പ്രതികാരം ചെയ്യണം. നിങ്ങൾക്ക് അനിഷ്ടകരമായ എന്തെങ്കിലും ദേഹോപദ്രവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ഇതാ നിൽക്കുന്നു, നിങ്ങൾ എന്നോട് പ്രതികാരം ചെയ്യണമെന്ന് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ നൂറുകണക്കായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലുണ്ട്. ഒരാൾക്കും ആ പ്രവാചകനെ സംബന്ധിച്ച് ഒരു കടുകുമണിയേക്കാൾ ലോലമായ
അനിഷ്ടകരമായ ഒരു കാര്യം ആ പ്രവാചകനെ സംബന്ധിച്ചവർക്ക് പറയാനുണ്ടായിരുന്നില്ല. എന്നാൽ നോക്കൂ നിങ്ങൾ, അവസാന സമയത്ത് എല്ലാം പൊരുത്തപ്പെടിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ അവസ്ഥ എന്താണ്? ഏത് സമയത്തും ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞു പോകേണ്ടവരാണ് നമ്മൾ. പിണങ്ങിയവരോട് അവരെ ഒന്ന് ഇണക്കാനും, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ കുടുംബരംഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും തീർക്കാനും പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ അഹങ്കാരവും നമ്മുടെ കിബറും നമ്മുടെ ഊക്കും വമ്പുമൊക്കെ അതിനനുവദിക്കുന്നുണ്ടോ എന്ന് ഈ ഒരു സമയത്ത് നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ദുനിയാവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേർപിരിയുന്നതിന്റെ 4 ദിവസം മുമ്പ് തന്നെ സന്ദർശിക്കാൻ വേണ്ടി വരുന്ന സ്വഹാബിമാരോട് നിസ്കാരത്തിന്റെ കാര്യം കൃത്യമായി പറയുന്നു. തന്നെ സന്ദർശിക്കാൻ വേണ്ടി വരുന്ന സ്വഹാബിമാരോട് പെരുമാറ്റ മര്യാദകളെ സംബന്ധിച്ച്, സ്വഭാവ മര്യാദകളെ സംബന്ധിച്ച് കൃത്യമായി പഠിപ്പിക്കുന്നു. ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയുന്നതിന്റെ 3 ദിവസം മുമ്പ് സ്വഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ, നന്നായി പടച്ചോനെ പേടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ. എങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുക, ആ നിലക്ക് പടച്ചോനെ പേടിച്ചുകൊണ്ട് ജീവിക്കണേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ ഏത് സമയത്ത് ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞാലും മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞു പോകല്ലേ. നോക്കൂ സഹോദരങ്ങളെ, 23 കൊല്ലക്കാലത്തെ ജീവിതം അത് പ്രബോധനമയമായിരുന്നു. ഓരോ സമയത്തും ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്റെ പ്രിയപ്പെട്ടവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന സമയത്തും തന്റെ പ്രിയപ്പെട്ടവർക്ക് ദീനുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുകയാണ്. നമ്മളോ ഈ ഒരു സ്വഭാവം സഹോദരങ്ങളെ നമുക്ക് ഉണ്ടോന്ന് ഈ നേരത്ത് നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയുന്നതിന്റെ 2 ദിവസം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇമാമ നിൽക്കുന്നുണ്ട്. പക്ഷേ ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് പറയാൻ കഴിയുന്നില്ല. തക്ബീറുകൾ ഉച്ചത്തിൽ ചെല്ലാൻ കഴിയുന്നില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പിന്നിൽ നിന്ന് അല്ലാഹു അക്ബർ എന്നിങ്ങനെ ഉറക്കെ പറഞ്ഞിട്ടാണ് അവസാന സമയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചത്. ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയുന്നതിന്റെ 1 ദിവസം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിന്റെ വീട്ടിലൊന്നുമില്ല. ആ ഒരു ദിവസം കഴിക്കാനുള്ള അന്നം പോലും നമ്മുടെ പ്രിയപ്പെട്ട ഹബീബിന്റെ വീട്ടിലില്ല. തന്റെ അയൽവാസിയായ ജൂതനെ തന്റെ ഒരു പടയങ്കി പണയപ്പെടുത്തിയിട്ട് അതുകൊണ്ട് വാങ്ങിയ ഗോതമ്പും അതേപോലെ അന്ന് വിളക്ക് കത്തിക്കാനുള്ള എണ്ണയും അതുകൊണ്ടാണ് ഉണ്ടായിരുന്നത് എന്ന് സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രം വേദനയോടുകൂടെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ പട്ടിണിയിലും പ്രയാസങ്ങളിലുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. പരാതി പറഞ്ഞില്ല. ഉള്ള അനുഗ്രഹങ്ങൾക്കെല്ലാം കൃത്യമായി പടച്ചോന് ശുക്ർ ചെയ്ത് ജീവിച്ചു. നമ്മളോ? ഈ സമയത്ത് നാം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അവസാനത്തെ ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നമസ്കാരത്തിന്റെ സമയമാകുന്നു, പക്ഷെ പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നില്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സഫിന്റെ മുമ്പിലേക്ക് വന്ന് തന്റെ പ്രിയപ്പെട്ടവർക്ക് ഇമാമ നിന്ന് അദ്ദേഹം നമസ്കരിക്കുകയാണ്. ആ കാഴ്ച ഐഷാ ബീവിയുടെ വീട്ടിലെ ജനലിന്റെ ഒരു ചെറിയ കർട്ടൻ ഇങ്ങനെ മാറ്റിയിട്ട് ആ കാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. പുഞ്ചിരിക്കുകയാണ്. ഇനി ഒരിക്കലും കാണാൻ സാധ്യമല്ലാത്ത കാഴ്ചയാണത്. അതിനുശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു. അന്ന് വരെ കാണാത്ത പുതിയ അതിഥികൾ
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് വന്നെത്തിയിരിക്കുന്നു. അന്ന് വരെ മലക്കുൽ മൗത്തും സംഘവും പിടിക്കാത്ത ഈ ദുനിയാവിലെ ഏറ്റവും പരിശുദ്ധമായ റൂഹിനെ വരവേൽക്കട്ടെയോ എന്ന് അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകുന്നു. അന്നാദ്യമായി ഈ ദുനിയാവിലെ ഏറ്റവും പരിശുദ്ധനായ മനുഷ്യന്റെ ഏറ്റവും പരിശുദ്ധമായ റൂഹിനെ മലക്കുൽ മൗത്ത് സ്വീകരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹിനെങ്ങനെ പിടിക്കുന്ന വേളയിൽ അതിശക്തമായ വേദനയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരണത്തിന് സഹിക്കവയ്യാത്ത വേദനയുണ്ട്, മരണത്തിന് ശക്തമായ വേദനയുണ്ട് എന്ന് പറയുന്നു. ഐഷാ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തുണ്ട്. ഐഷാ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഐഷ, മരണത്തിന് സഹിക്കവയ്യാത്ത വേദനയുണ്ട്, എനിക്ക് ക്ഷമിക്കാനും താങ്ങാനും തരണം ചെയ്യാനും സാധ്യമാകാത്ത അത്രയും വലിയ വേദനയുണ്ട്. ഐഷ, നിന്റെ മുമ്പിലെ ആ കൂജയുണ്ടല്ലോ, അതിൽ നിന്ന് നിന്റെ കൈയൊന്ന് മുക്കിയിട്ട് എന്റെ ശരീരത്തിലൂടെ ഒന്ന് തടവിക്കൊണ്ട് ഐഷ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഇണയോട് സംസാരിക്കുന്നു. സഹോദരങ്ങളെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വരികയാണ്. വാകർ ബാബാ, പൊന്നുപ്പാ, നിങ്ങൾക്ക് മരണത്തിന്റെ വേദനയോ, നിങ്ങൾക്ക് മരണത്തിന്റെ സഞ്ചാരമോ എന്ന് ചോദിക്കുന്നു. തന്റെ പ്രിയപ്പെട്ട മോളുടെ മുഖത്തേക്ക് നിഷ്കളങ്കമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട മോളെ തന്നിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മോളെ, എനിക്ക് അതിശക്തമായ വേദനയുണ്ട് മോളെ. വഖാല ലഹാ ലൈസ അലാ ബീകി കർബുൻ ബഅദൽ യഹൂം. ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് വേദനയില്ല മോളെ, പിന്നീട് എനിക്ക് പ്രയാസമില്ല മോളെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മോളോട് സംസാരിക്കുന്നു. സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് സ്വഹാബിമാര് വരുന്നു. ആ സ്വഹാബിമാരോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേ കാര്യം തന്നെ പറയുന്നു. സ്വഹാബാ, മരണത്തിന് എന്തൊരു വേദനയാണെന്നറിയുമോ? നിങ്ങളുടെ കൂട്ടത്തിലെ രണ്ടാളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ശക്തമായ വേദനയുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഹബീബ് ഈ സമയത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തന്റെ പരിശുദ്ധമായ ഒരു കരങ്ങളും ഇങ്ങനെ ഉയർത്തുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വൽഹിഖ്നി ബിർറഫീഖിൽ അലാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, യഗ്ഫിർലി റബ്ബേ, എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി റബ്ബേ നിന്നോട് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് എന്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും നാഥാ നീ എനിക്ക് പുറത്തു നൽകണേ. വറഹംനി, റബ്ബേ നീ എന്നോട് കാരുണ്യം കാണിക്കണേ. എനിക്ക് പരിചയമില്ലാത്ത പുതിയ ലോകത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. റബ്ബേ നിന്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നും എനിക്ക് ലഭ്യമാവാനില്ല. അതുകൊണ്ട് നാഥാ നീ എന്നോട് കാരുണ്യം കാണിക്കണേ. വൽഹിഖ്നി ബിർറഫീഖിൽ അലാ. അത്യുന്നതങ്ങളിലെ എന്റെ ചങ്ങാതിമാരില്ലേ, എന്റെ കൂട്ടുകാരില്ലേ, അവരുടെ കൂടെ സ്വർഗത്തിന്റെ ഉന്നതമായ ശ്രേണിയിലേക്ക് പടച്ചോനെ നീ എന്നെ എത്തിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി തന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. ആ കൈകൾ